നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രഹ്മി തൈലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രഹ്മി തൈലം എന്താണെന്നും അതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്നും ആർക്കൊക്കെ ഉപയോഗിക്കാം, എന്തൊക്കെ ഗുണങ്ങളാണ് ബ്രഹ്മി തൈലത്തിന് ഉള്ളത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ബ്രഹ്മി തൈലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രഹ്മി പ്രധാനമായിട്ടും നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധ തൈലമാണ് ബ്രഹ്മി തൈലം. ഇത് പ്രധാനമായിട്ടും നമ്മൾ തലയിൽ പുരട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കാറ്. ഇത് ശിരസ്സുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ആയുർവേദത്തിൽ നമ്മൾ ഒരുപാട് ചികിത്സാ രീതികൾക്കും നമ്മൾ ഈ ബ്രഹ്മി തൈലങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അഭ്യംഗം, ശിരോധാര പോലെയുള്ള ചികിത്സയ്ക്ക് നമ്മൾ ബ്രഹ്മി തൈലം ഉപയോഗിക്കാറുണ്ട്. ഇത് ഒരു സാധാരണ ഹെയർ ഓയിലും ആയി മാത്രം ആരും കാണരുത്. ഇതിനൊട്ടനവധി ഗുണങ്ങൾ വേറെയുണ്ട്. നമ്മൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ബ്രഹ്മിയാണ് ഇതിൽ ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള ചേരുവ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ബ്രഹ്മി തൈലം എന്ന് പേര് വരാനും കാരണം. ഇതിൽ നെല്ലിക്ക, എള്ളെണ്ണ, ഇരട്ടി മധുരം, ചന്ദനം, രാമച്ചം ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസുകൾ. ഇത് മാത്രമല്ല, ഇതിലും ഒട്ടനവധി ഇൻഗ്രീഡിയൻസുകൾ ചേർന്നുണ്ടാക്കിയതാണ് ബ്രഹ്മി തൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനസിക സമ്മർദ്ദമുള്ള ആൾക്കാർക്ക് ഈ എണ്ണ നമ്മുടെ തലയിൽ പുരട്ടി നന്നായിട്ട് മൃദുവായിട്ട് നമ്മളിത് മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഒരുപാട് റിലാക്സ് ആവുകയും അതുപോലെ തന്നെ മെന്റൽ സ്ട്രെസ് കുറയ്ക്കാനും നമുക്കിത് സഹായിക്കും. അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ള ആൾക്കാർക്കും ഇത് വളരെ നല്ല ഒരു തൈലമാണ്. പിന്നെ നമുക്ക് തലവേദനയുള്ള ആൾക്കാർക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മൈഗ്രെയിൻ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു സിവിയർ ഹെഡേക്ക് പോലെയുള്ള അവസ്ഥയ്ക്ക് നമുക്കിത് പുരട്ടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള കണ്ടീഷനിലുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങളുടെ മൈഗ്രെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡേക്ക് മറ്റെന്തെങ്കിലും റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഓയിൽ ഉപയോഗിച്ചത് കൊണ്ട് മാത്രം അത് മാറണമെന്നില്ല. അതിന് പുറമെ നിങ്ങൾക്ക് മറ്റ് മരുന്നുകളും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ആയുർവേദ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഉപയോഗപ്രദമായ ഒരു തൈലമാണ് ബ്രഹ്മി തൈലം. മുടി പൊട്ടിപ്പോവുക അല്ലെങ്കിൽ മുടി വളരെ ഡ്രൈ ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ മുടിക്ക് നമുക്ക് കുറച്ചൊരു സൂത്തനിങ് കണ്ടീഷനൊക്കെ വേണം, അല്ലെങ്കിൽ കൂളിംഗ് എഫക്റ്റ് ഒക്കെ വേണം എന്ന് തോന്നുകയാണെങ്കിലും നമ്മുടെ സ്കാൽപ്പ് കുറച്ചൊന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ബ്രഹ്മി തൈലം ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ നല്ല രീതിയിൽ നമുക്ക് വളരെ മൃദുവായിട്ട് ഇത് അപ്ലൈ ചെയ്യുക. കുറച്ച് നേരം ഞങ്ങൾക്ക് മസാജ് ചെയ്തതിന് ശേഷം, ഒരുപാട് പ്രഷർ കൊടുത്ത് നിങ്ങൾ മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ മൃദുവായിട്ട് ഇത് മസാജ് ചെയ്യുക. ചിലർ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മസാജ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ആൾക്കാരിലും ഇപ്പോൾ എണ്ണ ഒരുപാട് നേരം പിടിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ തലവേദന വരുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലെ കണ്ണിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇറിറ്റേഷൻസ് ഒക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കത് തേച്ചത് കൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് എത്ര സമയം വെക്കണം എന്നുള്ളത് നിങ്ങളുടെ കണ്ടീഷൻ പോലെ ഇരിക്കും. അപ്പം നിങ്ങൾ ആരൊക്കെ ഈ എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കാൽപ്പുള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ താരനോ അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരാണെങ്കിലും ഇത് തേക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും അലർജി ഉള്ള ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ചൊറിച്ചിലോ റെഡ്നെസ്സോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉപയോഗം നിർത്തുകയും അതിനുശേഷം നിങ്ങൾ ഒരു വൈദ്യസഹായം തേടുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഓർമ്മശക്തി അല്ലെങ്കിൽ ബുദ്ധിശക്തി, കോൺസെൻട്രേഷൻ എന്നിവയെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ടും നമ്മൾ ബ്രഹ്മി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ ബ്രഹ്മി തൈലം ഉപയോഗിച്ചത് കൊണ്ട് മാത്രം ഓർമ്മശക്തി കിട്ടും അല്ലെങ്കിൽ ബുദ്ധിശക്തി കൂടും എന്നൊന്നും പറയാൻ കഴിയില്ല. നമുക്കൊരു അളവിൽ നമുക്ക് ഡെയിലി നമ്മളൊരു തൈലം യൂസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്കിത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സ്കിൻ കണ്ടീഷനിലുള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ കണ്ടീഷനുള്ള ആൾക്കാർ, സ്കാൽപ്പിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സോറിയാസിസ് പോലെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ തലയിൽ തേക്കുമ്പോൾ ഒരുപാട് എണ്ണ ഉപയോഗിക്കാതിരിക്കുക.
കുറച്ച് മാത്രം ആവശ്യത്തിന് മാത്രം തലയിൽ നമ്മൾ എണ്ണ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിലൂടെ ലഭിച്ചെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്